ജോഷുവ പ്രവചന പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ജെറീക്കോ വാതിലിന്റെ മുമ്പിൽ അവർ ഒരുപാട് ഭയാശങ്കകളോടെയാണ് നിൽക്കുന്നത്. കാരണം ഒരു തരത്തിലും അകത്തേക്ക് പോകാൻ അവർക്ക് ഒരു സാധ്യതയുമില്ല. 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. പുരാതന കാലത്തെ ഏറ്റവും ശക്തിയേറിയ കോട്ടകളിലൊന്നായിരുന്നു ജെറീക്കോ കോട്ട. ഈ ജെറീക്കോ കോട്ട ഒരു തരത്തിലും ഇസ്രായേൽ ജനത്തിന് തകർക്കാനുള്ള മാനുഷികമായ ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും, അതായത് മുമ്പോട്ട് പോകാൻ അവർക്ക് ഒരു സാധ്യതയുമില്ലാതെ അവർ ഭയന്നു നിൽക്കുന്ന സമയത്താണ് ദൈവം ഈ വാക്ക് അരുളി ചെയ്യുന്നത്, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ചില സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം. ജെറീക്കോ പട്ടണം പോലെ വലിയ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഒരു തരത്തിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അവിടെയും ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഇവിടെ ഇസ്രായേൽ ജനം ഒന്നും ചെയ്തു തുടങ്ങിയില്ല. അതിനു മുമ്പ് തന്നെ ദൈവം അവരോട് പറയുകയാണ്, ഈ ജനത്തെ ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഈ പട്ടണത്തെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിലുള്ള ജെറീക്കോ പട്ടണം പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നം ദൈവം മുൻപേ പോയി പരിഹരിക്കുന്നു. അത് എത്രയോ ശക്തമായ ഒരു വിശ്വാസ ചിന്തയാണ് നമുക്ക് തരുന്നത്. ദൈവം 5 കാര്യങ്ങൾ ചെയ്യാനാണ് ഇവിടെ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. രണ്ടാമത്തെ കാര്യം, 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പെട്ടകത്തിന്റെ മുൻപിലൂടെ നടക്കണം. മൂന്നാമത്തെ കാര്യം, അവർ 7-ാം ദിവസം കാഹളം മുഴക്കണം. നാലാമത്തെ കാര്യം, അവർ കാഹളം മുഴക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആർത്ത് അട്ടഹസിക്കണം. ആ സമയത്ത് മധുര നിങ്ങൾക്ക് മുമ്പിൽ നിലംപതിക്കും. അപ്പോൾ അവസാനത്തെ കാര്യം ചെയ്യണം, നിങ്ങൾ ഇരച്ചു കയറണം. ഈ ദൈവം പറഞ്ഞ ഈ 5 കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ജനം അനുസരിച്ചു. പുരോഹിതന്മാരും ജനപ്രമാണികളും യോദ്ധാക്കളും ജനം മുഴുവനും ഐക്യത്തോടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ അനുഷ്ഠിച്ചു. ദൈവികമായ പ്രവർത്തനങ്ങളിൽ ഐക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ഒരു യുദ്ധതന്ത്രമല്ല, വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണമാണ്. കാരണം ഈ 6 ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇവരുടെ മുമ്പിൽ ഒരു അത്ഭുതവും സംഭവിക്കുന്നില്ല. പക്ഷെ നിരാശപ്പെടാതെ 7-ാം ദിവസം കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ അത്ഭുതകരമായി മതിലിടിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന ഒരിക്കലും നമ്മൾ നിർത്തരുത്. ഒരുപക്ഷെ പെട്ടെന്നൊന്നും അത്ഭുതങ്ങൾ കണ്ടെന്ന് വരില്ല. 6-ാം ദിവസം, അതായത് അവസാനത്തെ ദിവസത്തിന് തൊട്ടു മുമ്പ് പോലും അത്ഭുതങ്ങൾ കണ്ടെന്ന് വരില്ല. പക്ഷെ 7-ാം ദിവസം നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. വിശ്വാസത്തോടെ കർത്താവിന്റെ കരം പിടിച്ച് കർത്താവ് എന്താണോ നമ്മൾ പറയുന്നത് അത് ചെയ്ത് മുമ്പോട്ട് പോവാം. ഓർക്കുക, നമ്മളല്ല, ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമുക്ക് വിശ്വാസമുണ്ടായാൽ മാത്രം മതി. വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിൽക്കുക. ദൈവം പറഞ്ഞത് അതേപോലെ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.